മിഥുൻ മാനുവൽ തോമസിൻ്റെ ആട് 3 സീരീസ് ആസ്വദിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ നിസ്സഹായത നിർമ്മിക്കുന്ന ചിരിയോടും കണ്ണീരിനോടും എനിക്ക് വൈകാരികമായി ചേർന്ന് നിൽക്കാൻ കഴിയും. ആ നിലയ്ക്ക് ആട് 1, 2 എന്നീ സിനിമകൾ എന്നെ ആനന്ദിപ്പിച്ച സിനിമകളാണ്. ഈ മാനകങ്ങളെ വെച്ച് അളക്കുമ്പോൾ ആട് 3 ഒരു പരാജയമാണ്. ഷാജി പാപ്പന് ടൈം ട്രാവൽ ചെയ്ത് ചരിത്രത്തിൽ ഒരു റെഫറൻസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ ചിരിയുടെ അംശം കുറയുകയും കേവല കൗതുകത്തിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആട് 3യുടെ മേന്മയും ദൗർബല്യവും അതുതന്നെയാണ്. ഷാജി പാപ്പനെ പ്രീ കൊളോണിയൽ കാലത്തെ രാജാവായി അവതരിപ്പിച്ച് ചരിത്രത്തെ സ്പൂഫ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ടിപ്പുവിൻ്റെ കേരളീയ പടയോട്ട കാലത്ത്, അത് പേടിത്തൊണ്ടന്മാരായ നിരവധി കേരളീയ നാടുവാഴികളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അധിനിവേശ യുദ്ധരംഗത്ത് ടിപ്പു ആധുനിക യുദ്ധതന്ത്രങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ച ആ കാലത്ത്. എന്നാൽ ആ കാലത്തെ നാടുവാഴി നിസ്സഹായതകൾ നമ്മിൽ ചിരി ജനിപ്പിക്കാൻ പര്യാപ്തമല്ല. പരസ്പരം തമ്മിലടിച്ച് പരസ്പരം ഒറ്റിക്കൊടുത്ത് ഒടുങ്ങിപ്പോയ നാട്ടുരാജ്യങ്ങളുടെ ചരിത്രം അറിയുന്നതുകൊണ്ട് അവിടെ നാം വികാരരഹിതരായി നിശബ്ദ സാക്ഷികളായി ഇരുന്നു പോകും. അവിടെയാണ് ഷാജി പാപ്പനെ ചരിത്രബദ്ധമാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹൃദയത്തെ തൊടുന്ന ചിരി സിനിമയുടെ ആദ്യ ഭാഗത്തു നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത്. ദുർബലനായ എന്നാൽ നായകനായ ഷാജി പാപ്പൻ മലയാളി ഹൃദയങ്ങളിൽ ഇടം നേടുന്നത് തങ്ങളിൽ ഓരോ ആളിലും ഒരു ഷാജി പാപ്പൻ മറഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. അയാളുടെ മണ്ടത്തരങ്ങളും നിസ്സഹായതകളും നമ്മുടേത് കൂടിയാണ് എന്ന് താതാത്മ്യപ്പെടലാണ് അയാളെ നമുക്ക് സ്വീകാര്യനാക്കിയത്. നമുക്ക് ഫലിതബോധത്തോടെ അത് ആസ്വദിക്കാൻ കഴിയുന്നു. അതാണ് ആട് 1 തിയേറ്റർ പരാജയമായിട്ട് പോലും പിന്നീട് ഈ ഫ്രാഞ്ചൈസിയിൽ വന്ന 2ാമത്തെ ചിത്രം വൻ വിജയമായി മാറിയത്. എന്നാൽ ആട് 3യിൽ അയാൾ ചരിത്രത്തെ കവച്ചു വെക്കുന്ന ഒരു സഞ്ചാരി മാത്രമാണ്. അയാളുടെ അനുയായികൾ ആ ചരിത്ര പശ്ചാത്തലത്തെ ഫില്ല് ചെയ്യുന്ന കേവലം മുഖങ്ങൾ മാത്രമാണ്. ഈ ചരിത്രവൽക്കരണം കൂടെ നിൽക്കുന്ന രക്ഷക പരിവേഷം ഷാജി പാപ്പനിൽ നിന്ന് ചോർത്തിക്കളയുന്നു. ഈ ടൈം ട്രാവൽ അഥവാ ഹിസ്റ്റോറിക്കൽ സ്പൂഫ് എന്ന ഈ അതിരുകടന്ന ഉദ്യമമായി മാറുന്നത് അങ്ങനെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉയരുന്ന ഷാജിയേട്ട എന്ന ഒറ്റ വിളി ഡിങ്ക ഹോങ്ക്രി കുട്ടിച്ചത്ത എന്ന വിളി പോലെ മലയാളി ഏറ്റെടുത്ത ഒന്നായിരുന്നു. അവിടെയാണ് അയാളിലെ നായകത്വത്തിൻ്റെ കാമ്പ് കിടക്കുന്നത്. സിനിമയുടെ ആമുഖത്തിൽ ഒഴികെ മറ്റൊരിടത്തും ഈ കഥാപാത്ര സത്ത നിലനിർത്തുന്നതിൽ ആട് 3യിൽ മിഥുൻ മാനുവൽ തോമസ് പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ ആദ്യ പകുതി കോട്ടുവായിട്ടും മൊബൈൽ നോക്കിയും ചിലവഴിക്കേണ്ടി വന്നു തിയേറ്ററിൽ. 2ാം പകുതി ഒരു തിയേറ്ററിക്കൽ അനുഭവം പ്രദാനം ചെയ്യുന്ന വിധം സമകാലികരും ചരിത്രനായകരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു നിൽക്കുന്ന വിധം ക്രമപ്പെടുത്തിയതിനാൽ ആ മൊമെന്റമാണ് സിനിമയെ ടെക്നിക്കലി അല്പമെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നത്. ആശ്വാസം. മലയാളത്തിൽ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന കാലത്ത് ഷാജി പാപ്പനെ പിന്നാക്കം നടത്തിയത് ശരിയായില്ല. അയാൾ നടക്കേണ്ടിയിരുന്നത് മുന്നോട്ടാണ്. തിയേറ്ററിൽ ഉപേക്ഷിക്കേണ്ടി വന്ന കോട്ടുവായകൾ അതിന് സാക്ഷ്യം പറയും. ഇനി ഒരു തുടർച്ചയുണ്ടെങ്കിൽ ഗ്രഹണകാലത്ത് കുടുങ്ങിപ്പോയ ഷാജി പാപ്പനെ മന്ദഹാസത്തിന്റെ പുതുകാലത്തേക്ക് തിരിച്ചെത്തിക്കാനുള്ള ബാധ്യത സംവിധായകനാണ്. ആ ഉദ്യമത്തിൽ അദ്ദേഹം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷേ അപ്പോഴും ആട് 3 എന്ന ഈ സിനിമ നമ്മുടെ മനസ്സിൽ ഒന്നും അവശേഷിപ്പിക്കാതെ നിഷ്പ്രഭമായി പോവുകയാണ്.